തൻ്റെ പ്രധാനപ്പെട്ട 7 സേനാനായകന്മാർ മരിച്ചു, വധം ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത ഭണ്ഡാസുരൻ കേട്ടു. ഭണ്ഡാസുരൻ വീണ്ടും തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടി, എന്നിട്ട് ആലോചന ചെയ്തു. നമ്മൾക്ക് തുടർ പരാജയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അടുത്ത് എന്തൊക്കെയോ ശക്തികളുണ്ട്, ഇവർ സാധാരണ സ്ത്രീകളാണെന്ന് നമ്മൾ കരുതി. അതുകൊണ്ടാണ് കുറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരും വളരെ ശക്തിയുള്ളവരുമാണ്. പക്ഷേ അവരൊക്കെ മരിച്ചു. ഇവരെ നമ്മൾ ലഘുവായിട്ട് കാണരുത്. ഇവരുടെ നേരിട്ടുള്ള യുദ്ധം കൊണ്ട് ഇവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിവരെ എന്തെങ്കിലും കുറുക്ക് വഴികളിൽ മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് തൻ്റെ അനിയനായ വിഷങ്കനോട് കൽപ്പിച്ചു, നീ ഇങ്ങനെ യുദ്ധത്തിൽ അവരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ട, ഏതെങ്കിലും വഴിയിൽ പുറകെ കൂടെ പോയിട്ട് നേരിട്ട് ആ ലളിതാംബിക എന്ന് പറയുന്നവരെ തോൽപ്പിക്കാം. അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞു. അതുകൊണ്ട് മുമ്പിലുള്ള ഇത്രയും വലിയ സൈന്യങ്ങളുടെ കൂടെ നമ്മൾ യുദ്ധം ചെയ്യേണ്ട. അസുരന്മാർക്കൊക്കെ രാത്രിയാണ് ശക്തി കൂടുതൽ. എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് എന്തെങ്കിലും കുതന്ത്രങ്ങളൊക്കെ ചെയ്ത് നീ അവരെ തോൽപ്പിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിഷങ്കൻ കുടിലാക്ഷനോടുകൂടി ചെറിയ ഒരു സൈന്യത്തോടുകൂടി ആരും അറിയാത്ത രീതിയിൽ രാത്രി പുറപ്പെട്ടു. അന്നത്തെ യുദ്ധനീതി അനുസരിച്ച് രാത്രി യുദ്ധമില്ല. അതുകൊണ്ട് ശക്തിസേനയിൽ ആരും ഈ പുറകിൽ നിന്നുള്ള ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരെല്ലാം തൻ്റെ കവചങ്ങളൊക്കെ അഴിച്ചു വച്ച് സംസാരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്ന സമയമാണ്. എല്ലാവരും വിചാരിക്കുന്നു ദേവിയുടെ ദൃഷ്ടി നമ്മുടെ മേലിൽ പതിക്കില്ലേ, എന്നെ ഒന്ന് നോക്കൂല്ലേ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ദേവി കുസുമാകരം എന്ന് പറയുന്ന വിമാനത്തിൽ കയറി എല്ലാവർക്കും ദർശനം കൊടുത്തു എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ക്ഷണനേരമെങ്കിലും ദേവിയുടെ നോട്ടം നമുക്ക് കിട്ടില്ലേ എന്നൊക്കെ ഭക്തിയോടുകൂടിയാണ് ശക്തിസേനകളൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഈ വിഷങ്കൻ ഒരു കാരണവശാലും ദേവി നമ്മളെ കണ്ടുപോകരുത്, ദേവിയുടെ ദൃഷ്ടിയിൽപ്പെടാതെ നമ്മൾ ജീവിക്കണം, നമ്മൾ പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ നിന്നും ആക്രമിച്ചു അത്രേ. അപ്പോൾ ശക്തിസേനകൾ ഇത് പ്രതീക്ഷിക്കാതെ കുറേ ആൾക്കാർ വധം ചെയ്യപ്പെട്ടു. അങ്ങനെ ഇയാൾ കുറച്ച് മുന്നേറി ശ്രീചക്രരാജരഥം എന്ന് പറയുന്ന ഏറ്റവും ദേവിയുടെ രഥം പുറകിലാണ് നിന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്തേക്കെത്തി. അപ്പോഴാണ് ശക്തിസേനയിലുള്ളവർക്ക് ഞെട്ടി ഉണർന്നത്. ഇതെന്താ സംഭവിച്ചെന്ന് അവർ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ചെറിയൊരു യുദ്ധമുണ്ടായി. ഈ ശബ്ദകോലാഹലം കേട്ട് ദേവി നോക്കി. ദേവി തൻ്റെ ചക്രരാജരഥത്തിൽ 15 നിത്യാദേവികളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത്രേ. 15 നിത്യാദേവികൾ എന്ന് പറയുന്നത് എപ്പോഴും ദേവിയുടെ സാമീപ്യത്തിലുള്ളവരാണ്, ദേവിക്ക് തുല്യരാണ്. നിത്യ ഷോഡശികാരൂപ എന്ന് ദേവിയെ ലളിതാ സഹസ്രനാമം വർണ്ണിക്കും. 15 നിത്യാദേവികളുടെ കൂടെ 16ാമത്തെ നിത്യാദേവിയാണ് ശ്രീ ലളിതാംബിക തന്നെ. ഇതുകൊണ്ട് തന്നെ ഈ 15 നിത്യാദേവികളുടെ ഗുണം മനസ്സിലാക്കാം. അവരുടെ പേരിങ്ങനെയാണ്: കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, പേരുണ്ട, വന്യവാസിനി, വജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. 16ാമത്തെ നിത്യാദേവിയാണ് ശ്രീ ലളിതാംബിക. അങ്ങനെ ഈ വിഷങ്കൻ ഏറ്റവും അടുത്തു. കുറേ ആൾക്കാരെ വധിച്ചു എന്ന് കേട്ടപ്പോൾ സാക്ഷാത് അംബിക, ലളിതാംബിക ഇവരോട് കൽപ്പിച്ചു. അങ്ങനെ ഈ 15 നിത്യാദേവികളും കൂടി നേരിട്ട് യുദ്ധം ചെയ്ത് ഈ വിഷങ്കൻ്റെ കൂടെ വന്ന് 15 അക്ഷൗഹിണി സേനകളെയും നശിപ്പിച്ചു. കുടിലാക്ഷനും വിഷങ്കനും ഓടി രക്ഷപ്പെട്ടു. ഓടുന്നവരെ കൊല്ലാൻ പാടില്ല എന്നുള്ള യുദ്ധനീതി അനുസരിച്ച് അവരെ ഒന്നും ചെയ്തില്ല. അങ്ങനെ മന്ത്രിണി, ദണ്ഡിനി രണ്ടുപേരും വന്നിട്ട് മാപ്പിരന്നു. ഞങ്ങൾ അറിയാണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ദേവിയോട് പറയുന്നു. അങ്ങനെ ഈ ഭണ്ഡാസുര വധത്തിൽ
ഈ വിഷങ്കൻ്റെ ഒരു കുതന്ത്രത്തെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.